ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. അല്ല ഭാമേ, നീയൊന്നും പറഞ്ഞില്ല. ഓരോരുത്തർ ചെയ്തു കൂട്ടുന്നതിന് തിരിച്ചടികൾ ഉണ്ടാകുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാ. അനുഭവിക്കട്ടെ. എന്റെ മനസ്സ് വേദനിപ്പിച്ചവർക്കൊന്നും ഒരു സ്വസ്ഥതയും കിട്ടരുത്. ഭാമേ, പഠിക്കട്ടെ. കുറച്ചു ദിവസം ഹോസ്പിറ്റലിൽ കിടന്ന് അവളും വേദന തന്നട്ടെ. അതിന് മാത്രം എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട്. അല്ല, മോനെ അറിഞ്ഞ് അവിടെ എത്തിയിട്ടുണ്ടാവുമല്ലോ. ഉണ്ട്, അവൻ ഹോസ്പിറ്റലുണ്ട്. ഓ, ഞാനിപ്പോ സംസാരിച്ച് അങ്ങോട്ട് വെച്ചതേ ഉള്ളൂ. ഉണ്ടാകുമല്ലോ. അവളുടെ വാലി തൂങ്ങി നടക്കാനാ അവന്റെ യോഗം. ഇനി ഞാനെന്ത് പറയാനാ? ഇനി വിളിക്കുകയാണെങ്കിൽ പുന്നാര മോനോടൊന്ന് പറഞ്ഞേക്ക്, ശുശ്രൂഷയും പരിചരണവും ഒക്കെ കഴിഞ്ഞു വരുമ്പോ താമസിക്കാൻ വീടുണ്ടാവില്ലെന്ന്. അച്ഛനെയും അമ്മയും കൂട്ടി ഏതെങ്കിലും വൃദ്ധസദനത്തിലേക്കോ വല്ല അനാഥാലയത്തിലേക്കോ മറ്റോ പോകാനുള്ള പദ്ധതി ഉണ്ടോന്നും കൂടി ചോദിക്കും. ജനിച്ച് ജീവിച്ചു പോയില്ലേ, തല ചായ്ച്ചുറങ്ങാൻ ഒരു സ്ഥലം വേണമല്ലോ മനുഷ്യന്. അതിനുള്ള സ്ഥലം വല്ലതും കണ്ടുവച്ചിട്ടുണ്ടോന്ന് ചോദിക്കേ മോനോട്. ഭാമേ, നീ എന്താ ഇങ്ങനെ ഈ സാഹചര്യം നോക്കാൻ സംസാരിക്കുന്നേ? ഇപ്പോഴത്തെ അവസ്ഥയിലും അവരിതൊക്കെ നോക്കാൻ സമയം? അവന്റെ ഭാര്യ അവിടെ കുത്തുകൊണ്ട് കിടക്കുന്നേ. ഭാര്യ ആയാലും ഭർത്താവായാലും വന്നു കിടക്കാൻ ഒരു സ്ഥലം വേണമല്ലോ. അതൊന്നും പറഞ്ഞറിയിക്കാനേ ഞാനും പറഞ്ഞോളൂ. ഭാമേ, നമുക്കവിടെ വരുന്ന് പോണ്ടേ? അല്ല, വിവരോച സ്ഥിതിക്ക് ഭാര്യയ്ക്കുന്ന മോശമല്ലേ? അവള് ചത്തിട്ടൊന്നുമില്ലല്ലോ, കുത്തുകെട്ടി കിടക്കുന്നല്ലേ ഉള്ളൂ. ചാകുമെന്ന് നോക്കട്ടെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് പോവാം. പിന്നെ അവിടെ വിഷ്ണു ഉണ്ടല്ലോ, അവൻ നോക്കിക്കോളും കാര്യങ്ങളെല്ലാം. ഭാമേ, എന്നാ പിന്നെ ഞാൻ പിള്ളേം കൂട്ടിന്ന് പോയാലോ? അല്ല, കാര്യങ്ങളെല്ലാം അറിയുകയും ചെയ്യാം, ചെന്നു തിരക്കില്ല എന്നുള്ള പരിഭവം ഇല്ലാതാവുമല്ലോ. ദേ, ആ വഴി എങ്ങോട്ടെങ്കിലും പോയിക്കോണം, പിന്നെ ഇങ്ങോട്ട് വരാൻ നിൽക്കരുത്. ഇവിടെ ഇത്രയും കുഴപ്പങ്ങൾ ഉണ്ടായിട്ടും കളക്ടർ എന്ന നിലയ്ക്ക് ഒരു സഹായം ചെയ്യാത്ത അവളെ ഈ വീട്ടിൽ നിന്ന് പോയി കാണാനോ? ഞാനും പോകുന്നില്ല, നിങ്ങളും പോകുന്നില്ല. അല്ലെങ്കിൽ തന്നെ കളക്ടർക്ക് എന്തിനാ നമ്മുടെ സഹായം? അതിന്റെ ആവശ്യമൊന്നുമില്ല രാഘവേട്ട. രാഘവേട്ട, എനിക്ക് അകത്ത് കുറച്ച് അധികം പണിയുണ്ട്. ഇതും പറഞ്ഞ് ഇവിടെ നിന്നാലേ എന്റെ കാര്യങ്ങൾ നടക്കില്ല. പിടിക്കണ്ട, വീണ് ചാവുന്ന ഞാൻ ചാവട്ട്. കലികാലം അല്ല, എന്തോ പറയുന്നേ? എന്റെ ഭഗവാനെ, എന്റെ കുഞ്ഞിന് അവക്ക് ആപത്തൊന്നും വരത്തില്ല എന്റെ ഭഗവാനെ.